ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കല്ലൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും കല്ലൂസും ശിവകുട്ടനും കൂടി ഒരു ചെടിക്കടയിലോട്ട് വന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ചെടിക്കടയിൽ പോകുന്നത്. നമ്മുടെ കുഞ്ഞു വീട്ടിലേക്കായിട്ട് കുറച്ച് ചെടികൾ വാങ്ങാനായിട്ട് പോയതാണ് കേട്ടോ. ചെടി എന്ന് പറയുമ്പോഴത്തേക്ക് അഗ്ലോണിമ ടൈപ്പിലുള്ള ചെടികൾ വാങ്ങാനായിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഇഷ്ടം പോലെ കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു ചെടിക്കടയിൽ പോകുന്നതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോൾ എനിക്കെന്തോ ഭയങ്കര സ്വർഗ്ഗമായിട്ട് തോന്നി കേട്ടോ. കാരണം അത്ര മനോഹരമായിട്ട് ചെടികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ചെടികളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഒരുപാട് ചെടികൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആദ്യം ഞാൻ എൻ്റെ ഈ ഒരു ചെടി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. എന്നെ വല്ലാണ്ട് അങ്ങ് ആശിപ്പിച്ച ഒരു ചെടിയാണ്. അതിൻ്റെ പൂ തന്നെയാണ്, അതിൻ്റെ പൂവല്ല ഇലയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ഫസ്റ്റ് ചെന്ന് അഗ്ലോണിമ ടൈപ്പാണ് നോക്കിയത്. അഗ്ലോണിമ പ്ലാന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ വേണമെങ്കിൽ ഇതുപോലുള്ള കടകളിലും അതുപോലെ തന്നെയാണ് നമ്മുടെ ഓൺലൈനിൽ നിന്നൊക്കെ മാത്രമേ നമുക്ക് വാങ്ങാൻ കഴിയുള്ളൂ. അല്ലാണ്ട് ആരുടെയും വീട്ടിൽ നിന്നും ചെന്നാലും നമുക്കത് കിട്ടത്തില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല വിലയുള്ളൊരു പ്ലാന്റ്സ് കൂടിയാണ് ഈ അഗ്ലോണിമ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരുപാട് കളക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഉള്ളതെല്ലാം തീർന്നിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം വൈകിട്ട് വരുമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം ഇരുന്നതിലോട്ടൊന്നും ഞാൻ നോക്കി ില്ല. കാരണം അതൊക്കെ അധികത്തെ റേറ്റ് കൂടുതലായിരുന്നു. കാരണം അഗ്ലോണിമയ്ക്ക് സാധാരണ പൊതുവേ റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞു പ്ലാന്റ്സുകൾ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ നിന്നും ഞാൻ ഇങ്ങോട്ട് വിട്ടിട്ട് വേറുള്ള ചെടികൾ നോക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ കല്ലൂസ് കൊണ്ട് നടന്ന് എല്ലായിടത്തുനിന്നും ചെടികളൊക്കെ ഇനി വീഡിയോ പിടിക്കുന്നുണ്ട്. അപ്പോൾ കല്ലൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെടിക്കടയിലൊക്കെ എൻ്റെ കൂടെ വരുന്നതൊക്കെ. ഇതിനു മുന്നേ ഞാനൊരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കടകളിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് നമ്മുടെ വീട്ടിൻ്റെ ആ ഭാഗത്തുള്ള ഒരു ചെടിക്കടയാണ് കേട്ടോ. നാവായിക്കുളമാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ ആ ഭാഗത്ത് നമ്മുടെ തട്ടുപാലം എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു ചെടിക്കടയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പിന്നെ വില തിരക്കിയത് ഈ ഒരു ചുമന്ന ഇലയുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അതിൻ്റെ വിലയെന്ന് പറയുന്നത് അവർ 300 രൂപയാണ് ഓരോ പ്ലാന്റ്സിൻ്റെയും വിലയെന്ന് പറയുന്നത്. നല്ല റേറ്റിംഗ് ഉള്ളൊരു പ്ലാന്റ്സ് കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് ഒരെണ്ണം വാങ്ങണം എന്ന് തന്നെ കരുതി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റോസ്മേരിയാണ് കേട്ടോ തിരക്കിയത്. അപ്പോൾ റോസ്മേരി അവിടെ തീർന്നു പോയെന്നാണ് പറഞ്ഞത്. റോസ്മേരി മേടിക്കാനും കൂടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് എല്ലാ ചെടികളും ഒക്കെ ഒന്ന് നോക്കി. അപ്പോൾ മിക്ക ഇവിടെ ഉള്ളതിൽ കുറച്ച് ചെടികളൊക്കെ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. പക്ഷേ എല്ലാം വലുതല്ല, ചെറിയ പ്ലാന്റ്സ് ആണെന്നേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും ഞാൻ വലുതിൻ്റെ വില ചോദിച്ച് വലുതൊക്കെ ഭയങ്കര വിലയാണ്. അതുകൊണ്ട് വലുതൊന്നും വാങ്ങാറില്ല. എല്ലാത്തിൻ്റെയും കുഞ്ഞ് തൈകളാണ് ഞാൻ വാങ്ങിക്കാറ്. കാരണം അത് നമുക്ക് പതുക്കെ വളർത്തിയെടുത്താൽ മതിയല്ലോ. അതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റ്സാണ്. അപ്പോൾ ഇനി അടുത്ത അഗ്ലോണിമ മേടിക്കാൻ വരുമ്പോൾ എന്തായാലും ആ ഒരു പ്ലാന്റ്സ് കൂടി എനിക്ക് മേടിക്കണം. പിന്നെ ഈ കാണുന്ന ഈ ഒരു പ്ലാന്റ്സും വീട്ടിലുണ്ട് കേട്ടോ. അതിനകത്ത് പൂ പിടിക്കും എന്നാണ് അന്ന് അവർ പറഞ്ഞിരുന്നത് ഞാനിത് മേടിക്കുന്ന സമയത്ത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് നല്ല രീതിക്ക് പൂവിട്ട് നിൽക്കുന്ന കണ്ടു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ പൂവിട്ട് നിൽക്കുന്നത് കാണുന്നത്. ഇങ്ങനെയുള്ള ചെടിക്കടയിലൊക്കെ നമ്മൾ കയറുമ്പോഴത്തേക്കും നമ്മൾ ഏത് പ്ലാന്റ്സ് വാങ്ങണമെന്നുള്ള ഒരു ടെൻഷനായിരിക്കും കേട്ടോ. കാരണം അവിടെ ചെന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ പ്ലാന്റ്സുകളും ഇഷ്ടമാവും. പൈസയുടെ കുറവുകൊണ്ട് മാത്രമായിരിക്കും ആൾക്കാർ മേടിക്കാണ്ട് വരിക. കാരണം വലിയ ചെടികൾക്കൊക്കെ നല്ല റേറ്റാണ് കേട്ടോ ചെടിക്കടകളിലൊക്കെ ചെന്നാൽ. അപ്പോൾ ഞാൻ കറങ്ങി തിരിഞ്ഞ് നേരെ ഈ ഒരു പ്ലാന്റ്സിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും ഇതിൽ നിന്നൊരു പ്ലാന്റ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് അവർ പറഞ്ഞു ഇത് കുറച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കുറച്ച് തരാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്നൊരു പ്ലാന്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കത് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അതിൻ്റെ പിങ്കും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ ചുമപ്പും ഉണ്ടായിരുന്നു. പൂ പിടിച്ച് നിൽക്കുന്നേക്കാളും മനോഹരമായിട്ട് എനിക്ക് ഈ ഒരു ഇലച്ചെടി തോന്നി കേട്ടോ. ഇത് ഇലയാണ്. മുകൾ ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് കിളുത്ത് വരുന്ന ഇലയെന്ന് പറയുന്നത് ഈ നല്ല ചുമപ്പ് കളറായിരിക്കും. ശരിക്കും ഇതിൻ്റെ പേര് ഞാൻ ചോദിക്കാനങ്ങ് വിട്ടുപോയി കേട്ടോ. ഇതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എന്നോട് ചോദിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഈ ഒരു ചെടിയുടെ പേര് അറിയാവുന്ന എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കല്ലൂസ് ഫോൺ കൊണ്ട് അവിടെ ചുറ്റിനും നടക്കുകയാണ്. കാരണം കല്ലൂസിനൊക്കെ അങ്ങ് ഭയങ്കര ഇഷ്ടമായി ചെടിക്കടയിൽ വന്നപ്പോഴത്തേക്കും. അവിടുത്തെ ചെടിയൊക്കെ കണ്ടപ്പോഴത്തേക്കും കല്ലൂനൊക്കെ അങ്ങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ്സ് ഞാൻ എടുത്തു. എന്തായാലും ഞാൻ ഈ ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ എടുത്തത്. അതിനകത്ത് 3 ശിഖരങ്ങളുണ്ടായിരുന്നു. എത്രത്തോളം ശിഖരങ്ങൾ ഇതിനകത്ത് വരുമോ അത്രത്തോളം ഭംഗി ഈ ഒരു ചെടിക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എന്നോട് അവിടെ നിന്ന ആൾ പറഞ്ഞത് എന്നും ഇതുപോലെ
ഇല പൂവല്ല ഇല കാണുമെന്നാണ് കേട്ടോ പറഞ്ഞത്. അല്ലാണ്ട് ഒരു ടൈപ്പിൽ മാത്രമല്ല ഇതുപോലെ വരുന്നത്, വളർന്നു വരുന്ന ഇലകൾക്കെല്ലാം ഈ ഒരു കളറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് മാത്രം മതി കേട്ടോ നമ്മുടെ വീട്ടിൽ പൂവൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന ചെടി ആണെങ്കിൽ ഇത് ഒരെണ്ണം കൊണ്ടുവന്ന് വെച്ചാൽ മതി. നല്ല രസമായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് വളർന്നു വരുമ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു കമ്പുകൾ ഒടിച്ച് മാറ്റി മാറ്റി നട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു 5-6 ചട്ടിയിലൊക്കെ ആക്കി ഇത് ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും അല്ലേ നമ്മുടെ വീട്ടിൽ. ആരും ഒന്ന് നോക്കിപ്പോവും. ശുകുട്ടൻ ദേ വന്നിട്ട് റംബൂട്ടാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റം ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് ചെടികളോടാണ് ഭയങ്കര പ്രിയം. കാരണം ഒരുവിധമുള്ള ഫ്രൂട്ട്സ് എല്ലാം ഞാൻ വീട്ടിൽ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെടികൾ പിന്നെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ കറങ്ങി നോക്കി ലാസ്റ്റ് നമ്മൾ പോവാനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ. ഇറങ്ങിയപ്പോൾ കല്ലൂസ് ഓടി വന്നത് ഈ ഒരു പ്ലാന്റ്സിൻ്റെ വീഡിയോ പിടിച്ചതാണ്. കാരണം നമ്മുടെ വീട്ടിലുള്ളതാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ചോദിക്കും ഇത് എന്ത് പ്ലാന്റ്സാണ്, വെറുതെ പൂവൊന്നും പിടിക്കത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ പൂ ഇനി ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് ഈ ഒരു പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പുതിയ പുതിയ വീടൊക്കെ വയ്ക്കുന്നവരെല്ലാവരും വന്നിട്ട് വലിയ പ്ലാന്റ്സാണ് വന്ന് മേടിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ പുതിയ കളക്ഷൻ വരുമ്പോഴത്തേക്കും നമ്മളെ അവരെ അറിയിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ചുമന്ന പ്ലാന്റ്സ് മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. അത് കൊണ്ടുവന്ന് ദേ ഈ ഒരു ഭാഗത്താണ് ഞാൻ വെച്ചത്. കാരണം ഈ ഭാഗത്ത് അധികം വെയിൽ തട്ടാറില്ല കേട്ടോ. ഇതിന് അധികം വെയിൽ വേണ്ടാന്ന് അവർ പറഞ്ഞതുകൊണ്ട് ഈ ഒരു ഭാഗത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഒരുപാട് പേര് എന്നോട് വന്ന് ചോദിക്കാറുണ്ട് ഇത് എവിടുന്നാണ് മേടിച്ചതെന്നൊക്കെ. കാരണം അത്ര ഭംഗിയാണ്. ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ ഒരു. കാരണം നല്ല ചുമപ്പാണ് ഈ ഒരു ഇലയ്ക്ക്. അപ്പോൾ നമ്മുടെ കുഞ്ഞു ചെടി വീട്ടിലെ പുതിയ അതിഥിയാണ് കേട്ടോ ഈ ഒരു ചെടി. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം.